ഇന്ന് നമ്മളൊരു കസ്റ്റമർ എറണാകുളത്ത് വിളിച്ചതാണ്. അതായത് അവൾക്കൊരു V40 ഉണ്ട്. V40ക്ക് ഒരു ചെറിയ നോയ്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ വന്ന് വെഹിക്കിൾ ഒന്ന് വെരിഫൈ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കെല്ലാം കേൾപ്പിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു നോയ്സാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ അത് മൊത്തം വെരിഫൈ ചെയ്തു. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്യാം. വെരിഫൈ ചെയ്തായിരുന്നു. വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു വൈബ്രേഷൻ ഡാമ്പർ വരുന്നുണ്ട്. ഇതാണ് ആ പാർട്ട്, വൈബ്രേഷൻ ഡാമ്പർ. ഈ ഡാമ്പർ പുള്ളി എന്ന് വെച്ചാൽ ചെറിയ സ്പ്ലിറ്റിംഗ് ജോയിൻ്റാണ്. അതായത് വൈബ്രേഷൻ വെഹിക്കിൾ 4 സിലിണ്ടർ വെഹിക്കിൾ ആയ കാരണം ഇതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനി തന്നെ കൊടുക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ആ പാർട്ടിൻ്റെ ഉള്ളിൽ മിസ്സലൈനായിട്ട് പാർട്ട് ഫെയിലിയർ ആയതാണ്. അപ്പോൾ ഇതിനുണ്ട് നമ്മുടെ കമ്പനിയിലുള്ള പാർട്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന പാർട്ടാണ്, ഞാൻ മുമ്പ് കാണിച്ചില്ലേ. അത് നമ്മളിപ്പോൾ യൂസ്ഡ് വേറൊരു വണ്ടി സ്ക്രാപ്പിന് എടുത്ത പാർട്സാണ്. അപ്പോൾ ഇതാണ് പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ അഴിക്കാൻ പോകുന്നു. ഇത് അഴിച്ചിട്ട് രണ്ടിൻ്റെയും കൂടിയുള്ള കംപ്ലയിൻറ്റ് നമുക്ക് കാണിച്ചു തരാം. ഈ പ്ലേറ്റ് തന്നെയാണ് കേട്ടോ. ഈ പ്ലേറ്റ് ഇങ്ങനെ അനങ്ങാൻ പാടില്ല. അത് ഫുള്ള് പോയി. ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ഫ്രീ പ്ലേ ഉണ്ടോ, ഈ ഫ്രീ പ്ലേ മാത്രമേ ശരിക്കും വണ്ടിക്ക് വരാൻ പാടുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ആമിൻ്റെ മില്ലിങ് എല്ലാം പോയിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ ഫുള്ള് കണ്ടോ ഈ സൗണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കടകടകടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതങ്ങനെ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ഒന്നുമല്ല, വളരെ റെയറാണ്. ചില കേസിലൊക്കെ നമുക്കിങ്ങനെ കിട്ടാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ 1-2 വണ്ടി എത്ര ആൾക്കുള്ളിൽ ഇപ്പോൾ മാക്സിമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ വെഹിക്കിൾ. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കംപ്ലയിൻറ്റ് സോൾവ് ആയെന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ നേരത്തെ കേട്ടാ ആ നോയ്സൊന്നും ഇപ്പോൾ വെഹിക്കിളൊക്കെ ഉണ്ടാവില്ല.